89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM-ൽ റേഡിയോ ഗാരേജിന്റെ സമയം തുടങ്ങുവാണ്. രണ്ടുപേർ ചേർന്ന് പതിവ് പോലെ തന്നെ ഷട്ടർ ഉയർത്തുന്നു. ഒരാളുടെ പേര് കെവിൻ ആണ്, ഒരാളുടെ പേര് RJ വിനു. അപ്പൊ എന്തായാലും ഒരുപാട് പുതിയ കാര്യങ്ങൾ വാഹന ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പുത്തനൊരു കാര്യം, ഒരു സംഭവമാണ് ഇന്ന് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ എല്ലാവരോടുമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അതെ, എം ജി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഇഷ്ടം ബ്രാൻഡാണ്. ഒത്തിരി മനുഷ്യർക്ക് ഇഷ്ടമാണ് എം ജി. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് എം ജിയിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റായികയുണ്ട്. എം ജി നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല, അങ്ങനത്തെ കുറെ പ്രയോഗങ്ങളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്. അതെ ഇല്ലേ? നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്താൻ നേരത്ത് കണ്ട വാഹനങ്ങളുടെ ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ എം ജി എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ ബ്രാൻഡ് എണ്ണം വളരെ കുറവായിരിക്കും. എന്തായിരിക്കും അതിലൊരു പൊതുവായിട്ടുള്ള കാരണം? അഫോർഡബിലിറ്റി തന്നെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, അവൻ എങ്ങനെയൊന്നും എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റില്ല. അതെ. പക്ഷെ ഇപ്പോ എം ജി വിൻസർ എന്ന വാഹനം വന്നപ്പോ അതെ കുറെ അധികം ആൾക്കാർ എടുക്കുന്നുണ്ട്. എം ജി ഒത്തിരി ഇടങ്ങളിൽ എം ജിയുടെ പ്രസൻസ് ഉണ്ടാകാൻ വിൻസർ ഒരു കാരണമായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കാൻ പോകുന്നത് മുഴുവൻ എം ജിയുടെ മജസ്റ്ററിനെ പറ്റിയാണ്. മജസ്റ്ററിന്റെ ലോഞ്ച് നടന്നത് എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു ലോഞ്ച് നടന്നത്. ലോഞ്ചിനെ പറ്റിയൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളും കഥകളും ഒക്കെ റേഡിയോയിലൂടെ ഗാരേജിലൂടെ നമ്മൾ പറഞ്ഞതാണെങ്കിൽ അതിന്റെ ഡ്രൈവ് നടന്നത് ഇവിടുന്ന് ഒരുപാട് ദൂരത്താണ്. ഒരുപാട് ദൂരം കെവിന് സഞ്ചരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എറണാകുളത്തായിരുന്നു ലോഞ്ച്. അതെ, കാക്കനാടാണ് ഡ്രൈവ് നടന്നത്. അത് ഇത്ര വലിയ ബ്രാൻഡിന്റെ ഒരു ഡ്രൈവ് എറണാകുളത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊരു പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഒരു തീരുമാനമാകാൻ വേണ്ടിയായിരിക്കും. നിരത്തുകളിൽ എം ജിയുടെ പ്രസൻസ് കുറവാണ് എന്ന് മനസ്സിലാക്കിയ എം ജി കേരളത്തിന്റെ നിരത്തുകളിലേക്ക് എം ജിയെ കൂടുതലായിട്ട് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോ ഇത്തരം ഇവന്റുകളൊക്കെ കേരളത്തിൽ വെച്ച് നടത്താനുള്ള കാരണം. അപ്പോ മജസ്റ്ററിന്റെ ആ ഒരു ഡ്രൈവ് നടന്നതിന്റെ എക്സ്പീരിയൻസ് ആണ് 2 മണിക്കൂറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഷട്ടർ ഉയർത്തുന്നു, ഗാരേജ് ആണ്, കൂടെ കെവിനും വിനും ഉണ്ട്. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജില് നമ്മള് എം ജിയുടെ മജസ്റ്ററിന്റെ ഒരു ഡ്രൈവ് എറണാകുളത്ത് വെച്ച് കാക്കനാട് വെച്ച് നടന്നിരുന്നു. അപ്പോൾ അതിൽ കെവിൻ പങ്കെടുത്തു. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജസ്റ്റർ ഓടിച്ചു, ഏറ്റവും പുതിയ വേരിയന്റ് ഓടിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോ എന്താണ്, എങ്ങനെയായിരുന്നു പരിപാടികൾ? സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടായിരുന്നു എം ജി ആദ്യം വന്നത്. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഫസ്റ്റ് അൺവീലിംഗ്. എം ജി മജസ്റ്റർ ആണ്. അതായത് നിലവിൽ ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞൊരു വാഹനം എം ജിയുടെ ലൈനപ്പിലുണ്ട്. അതായത് ഒരു ഫോർച്യൂണർ കാറ്റഗറിയിലേക്കാണ് ഈ ഒരു വാഹനത്തിനെ അവർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഫോർച്യൂണർ അത്ര നല്ലൊരു വാഹനവും അത്ര ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു വാഹനമായതുകൊണ്ട് ഗ്ലോസ്റ്ററിന് കാര്യമായിട്ടുള്ള ഒരു വിജയം ആ ഒരു സെഗ്മെന്റിൽ കിട്ടിയില്ല. നമ്മൾ ഗ്ലോസ്റ്റർ ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രം റോഡിൽ കാണാറുള്ളൂ. അതെ, അപ്പൊ അവരെന്ത് ചെയ്തു, ആ ഗ്ലോസ്റ്ററിന് പുതിയൊരു പേരിട്ടിട്ട് ഒന്നുകൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് രണ്ടാം വരവ് പേര് മാറ്റി കുറച്ച് അല്ലറ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു വരവ് കൂടി വരുത്തിയിരിക്കുന്നു. അതെ, 10 വർഷത്തിന് ശേഷം ഇപ്പം UDF ഒക്കെ തിരിച്ചു വന്ന പോലെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു തിരിച്ചുവരവാണ്. അപ്പം മൊത്തത്തിലൊന്ന് മാറി ഒന്ന് മിനിങ്ങിട്ടാണ് ചെക്കൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയൊരു പേര് കൊടുത്തു, മജസ്റ്റർ ഗ്ലോസ്റ്റർ എന്നുള്ള ഒരു പേര് മാറ്റി. എന്നാൽ ഗ്ലോസ്റ്ററിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ വരുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. പുതിയ വാഹനം എന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മജസ്റ്റർ. ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട് വണ്ടിയിൽ, അതിൽ വിലയും കൂട്ടിയിട്ടുണ്ടാവും വണ്ടിയുടെ. അപ്പോ കൂടുതൽ കാര്യങ്ങളാണ് വണ്ടിയിൽ സംഭവിച്ചിട്ടുള്ളത്. എല്ലാം കൂട്ടലുകൾ തന്നെയാണ് വണ്ടിയിൽ നടത്തിയിട്ടുള്ളത്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ ഇനി അറിയാൻ പോകുന്നത്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജില് എം ജിയുടെ മജസ്റ്ററിന്റെ ഡ്രൈവ് എറണാകുളത്ത് വെച്ച് നടന്നതിനെ പറ്റി കെവിൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നേരെ കാക്കനാട് ചെല്ലുന്നു. എത്ര വണ്ടി ഉണ്ടായിരുന്നു? നമുക്ക് ഏകദേശം ഒരു 1 വീക്കിലേക്കുള്ള ഡ്രൈവ് ആയിരുന്നു. ഓക്കെ, വണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കുവാണ്. അതെ. അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർക്കായിട്ടുള്ള സ്ലോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. നമുക്കിപ്പം കേരളത്തിൽ ഇപ്പം 3ാമത്തെ ഒരു ഇവന്റ് ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുന്ന സമയത്ത് ഇവന്റ്സുകളൊന്നും, അതായത് ഓട്ടോമൊബൈൽ ഇവന്റ്സുകളൊന്നും കേരളത്തിൽ നടക്കാറില്ല. ഒന്ന് കാലാവസ്ഥയുടെ പ്രശ്നം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇവിടുത്തെ MVD ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് നിയമങ്ങളുടെ പ്രശ്നവും കാലാവസ്ഥയുടെ പ്രശ്നവും കാരണം ഒന്നും നടക്കാറില്ല. നമുക്ക് ഇപ്പൊ ടാറ്റയുടെ ഒരു ഇവന്റ് ഇവിടെ നടത്തിയിരുന്നു. പഞ്ച് വന്നപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ MG ഇവിടെ വെച്ച് നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് ഇവിടുത്തെ വാഹന കൾച്ചർ
ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ. കാര്യം ഇവിടുത്തെ നമ്മളെ വാഹനം സൂക്ഷിക്കുന്നതും ഇവിടുത്തെ വാഹനത്തിനോടുള്ള നമ്മുടെ സ്നേഹവും, പിന്നെ ഇന്ത്യയിൽ കാണാത്ത വളരെ ചുരുക്കം ചില വാഹനങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. ദുൽഖർ സൽമാൻ പോലുള്ള ആൾക്കാരിലൊക്കെ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. എത്രയോ ആൾക്കാർ നമ്മുടെ കൊച്ചിയിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിരത്തിൽ കാണുമ്പോൾ നമ്മുടെ ഈ കൂടെയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിലെ ഒരു വാഹന കൾച്ചർ. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ അവരോട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളാണല്ലോ അവരെ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാൽ കിട്ടുന്നത് ഇങ്ങനെയുള്ള ചില ഇവന്റ്സിൽ കൂടിയാണ്. അപ്പോൾ കാക്കനാടാണ് ഒരു ട്രാക്ക് സെറ്റ് ചെയ്തത്. അതിലേക്ക് വരാം. അതായത് MG ഗ്ലോസ്റ്റ് മജസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് 4x4 കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ്. സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ടുള്ള 3 ഡിഫറൻഷ്യൽ ലോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ലാൻഡ് ക്രൂയിസറിനെ വരെ വെല്ലാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു വാഹനം. അത്രയധികം ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു ട്രാക്കും കാക്കനാട് സെറ്റ് ചെയ്തു. കാക്കനാട് ട്രാക്ക് ഇട്ടു? അതെ. ഞാൻ അറിഞ്ഞില്ലല്ലോ കാക്കനാട് ട്രാക്ക് ഇട്ടത്. ഇതൊക്കെ എപ്പോ ചെയ്തു എന്ന്. അത് കൊള്ളാം. അപ്പോ കാക്കനാട് ട്രാക്കിലേക്ക് നിങ്ങൾ ചെല്ലുവാണ്? അതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിലെ ഇവന്റ്സ് ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ട്രാക്കുള്ള കാര്യമൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. ഈവൻ നമ്മൾ പോകുന്ന ട്രാക്കുകളൊക്കെ വേറെ സ്റ്റേറ്റുകളിലുള്ള ട്രാക്കുകളാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമുക്ക് അറിയാവുന്ന വളരെ ചുരുക്കം ട്രാക്കുകൾ ഉണ്ടാവുള്ളൂ. എന്നാൽ ഹിഡനായിട്ടുള്ള കുറെ സംഭവം ഉണ്ടാവും. ഇങ്ങനെ ബ്രാൻഡ്സ് ഇത് കണ്ടുപിടിക്കും. അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇത് പുതുതായിട്ട് ട്രാക്ക് ഇട്ടതാണോ? അല്ലല്ല, അവിടെ ഒരു ആളുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. അത് അവർ ട്രാക്കായിട്ട് മാറ്റി. ശരി 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 ശരി, കൊള്ളാം. അപ്പൊ നേരെ ട്രാക്കിലേക്ക് ചെല്ലുവാണ്ടോ. പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റൈഡ് ഗാരേജിൽ MGയുടെ മജസ്റ്ററിന്റെ ഡ്രൈവ് കാക്കനാട് വെച്ച് നടന്നതിന്റെ കഥകൾ കെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു ഓഫ് റോഡ് ട്രാക്ക് കാക്കനാട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിൽ 2 തവണ വീതം കാക്കനാട് പോകുന്ന ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോ എല്ലാവരും അറിയിച്ചുകൊണ്ടുള്ള നടത്തുന്ന പരിപാടിയല്ല, ഒരുപാട് പേര് അറിയിക്കാതെ നടത്തിയിട്ട് വേണമല്ലോ ഇതുപോലെ ജേർണലിസ്റ്റുമാർ വന്ന് എല്ലായിടങ്ങളിലും ഇങ്ങനെ പറയേണ്ടത്. അപ്പോ ട്രാക്കിലേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങുന്നു. എങ്ങനെയാണ്? നേരെ വന്നു കിട്ടോ, അല്ലെങ്കിൽ അവര് 2 പേർ കൂടെ വന്നോ? എന്താണ് അവസ്ഥ? ഇല്ല, നമ്മൾ ഡൽഹിയിൽ പോയ സമയത്ത് നമ്മൾ കോ പാസഞ്ചർ സീറ്റിലാണ് ഇരുന്നത്. അതെ, നമ്മൾ അപ്പുറത്തിരുന്ന് അവർ കാണിച്ചു പരിപാടി. അതെ, നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പോ വണ്ടി നമ്മുടെ തന്നു. തന്നു. കൊച്ചിയിൽ വന്നിട്ട് നമ്മുടെ ട്രാക്കിൽ വണ്ടി ഓടിക്കുമ്പോ നമ്മുടെ ട്രാക്കിൽ എല്ലാവരും ഓടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രാക്കിൽ വണ്ടി ഓടിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ലാൻഡ് ക്രൂയിസറിനെ വെല്ലാൻ പറ്റുന്ന ഓഫ് റോഡ് പരിപാടികൾ ഈ വണ്ടിയിലുണ്ട്. കൊള്ളാം. അത് നമ്മുടെ ഇവിടുത്തെ ട്രാക്ക് എന്ന് പറഞ്ഞാല് വളരെ ചെറിയ ട്രാക്കായിരുന്നു. ചെറിയ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സൈസുള്ള വാഹനമാണ്. ഫോർച്യൂണറിന്റെ ഒരു സൈസ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഗ്ലോസ്റ്ററിന്റെ അത്ര തന്നെ വലിപ്പമുള്ള. അതെ. അപ്പോൾ ആ ഒരു വണ്ടി ഈ ചെറിയ ട്രാക്കില്, അതായത് മരങ്ങളുടെ ഇടയിൽ കൂടെയും പാറകളുടെ ഇടയിൽ കൂടെയും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കുറച്ച് പാടാണ്. അത് വളരെ ഈസിലി, കാര്യം നമുക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല. അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലുണ്ട്. വണ്ടി ഈസിലി കയറിപ്പോകും. ഒരു ടെൻഷനും വേണ്ട. ഏത് കുന്നും മലയും ഇവൻ താണ്ടും. ഏകദേശം എത്ര ലാപ്പ് നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി? എത്ര സമയം നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി? ഏകദേശം ട്രാക്കിൽ ഞാൻ സ്പെൻഡ് ചെയ്തത് ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ആണ്. അത് നമുക്ക് 3-4 പ്രാവശ്യം വണ്ടി ഓടിക്കാൻ പറ്റും. 2 പ്രാവശ്യം വണ്ടി. ഒരു സമയത്ത് ട്രാക്കിൽ എത്ര വണ്ടികൾ ഉണ്ടാവും? ഒരു സമയത്ത് 3 വണ്ടികളുണ്ടാവും. 3 വാഹനം. അത് ലൈനായിട്ട് ഇങ്ങനെ 3 വണ്ടികളുണ്ടാവും. ഞാൻ ആദ്യം പോയി കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഒബ്സ്റ്റക്കിൾസ് ഒക്കെ അടുത്ത വണ്ടി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി റൗണ്ട് വരുമ്പോ ആ 3 വണ്ടിയും ഓൾമോസ്റ്റ്. അങ്ങനെ ഒരാഴ്ചത്തെ പരിപാടിയായിരുന്നു. കേരളത്തിലുടനീളം അല്ല, ഇന്ത്യയിലുടനീളമുള്ള. അതെ, ഇന്ത്യയിലുടനീളം അല്ല, 2 ട്രാക്കുകൾ ഉണ്ടായിരുന്നു. ഒന്ന് പൂനെയിൽ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു, പിന്നെ കൊച്ചിയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നത് മുംബൈയിലുള്ള ആൾക്കാരും ഡൽഹിയിലുള്ള ആൾക്കാരും ഒക്കെ പൂനെയിലേക്ക് പോയി. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ആ സൗത്തിലെ മുഴുവനും എറണാകുളത്തേക്ക്. കൊള്ളാം. മൊത്തത്തിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോ ഇനി വണ്ടിയുടെ പ്രത്യേകത, വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ MGയുടെ മജസ്റ്ററിന്റെ ഡ്രൈവ് കാക്കനാട് നടന്നതിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. കെവിൻ വളരെ സാഹസികമായി മജസ്റ്റർ കാക്കനാട് ക്രമീകരിച്ചിട്ടുള്ള ട്രാക്കിൽ ഓടിച്ചതിന്റെ സന്തോഷത്തിലാണ്. വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി വണ്ടിയുടെ പ്രത്യേകതകൾ പറ. ട്രാക്കിൽ ഓടിച്ച ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. CCO എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ ഒരു വാഹനത്തിലുണ്ട്. CCO, ക്രോൾ കൺട്രോൾ ഓപ്ഷൻ. സോ അതായത് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ സ്റ്റിയറിംഗ് മാത്രം തിരിച്ചാൽ മതി. അതായത് ഇപ്പം ഒരു കുത്തനെയുള്ള ഇറക്കമാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും.
ഓട്ടോമാറ്റിക്കലി അത് ആക്സിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി വലിയൊരു കയറ്റമാണെന്ന് വെച്ചോ, വണ്ടി ഓട്ടോമാറ്റിക്കലി ആക്സിലേറ്റർ ചെയ്യും. ഓട്ടോമാറ്റിക് കയറിക്കോളൂ. അതെ, നമ്മൾ സ്റ്റിയറിംഗ് മാത്രം തിരിച്ചെടുത്താൽ മതി. എന്ത് എളുപ്പമുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്നെ എന്തിനാണ് ഇവന്മാര് വണ്ടിയിൽ കയറ്റി ഇരുത്തിയത്. എല്ലാ പണിയും വണ്ടി തന്നെ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാണ്. പക്ഷെ അത് ഭയങ്കര രസമുള്ള ഒരു ഫീച്ചറാണ് കേട്ടോ. കാര്യം ഇപ്പം യൂഷ്വലി ഒരു റോഡിൽ ഓടിച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു വാഹനം കൊണ്ടൊന്ന് ഓഫ് റോഡ് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഇവന്റ് നടക്കുന്നുണ്ട്, ആ ഒരു സ്ഥലത്തേക്ക് ഈ വണ്ടിയുമായിട്ട് പോകണം, എന്നാൽ ഓഫ് റോഡ് ചെയ്ത് പരിചയം ഇല്ലാത്ത ഒരാൾക്ക് ഈ ഫീച്ചർ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിട്ട് കഴിഞ്ഞാൽ നേരെ കയറി പോക്കോളും. ഒരു സന്തോഷമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ. പിന്നെ സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്സ് വരുന്നുണ്ട്. നോർമലി നമ്മുടെ ഓഫ് റോഡ് വാഹനങ്ങൾക്കൊക്കെ ഫ്രണ്ടിലും ഒരു ഡിഫറൻഷ്യൽ ലോക്ക്, ബാക്കിലും ഒരു ഡിഫറൻഷ്യൽ ലോക്ക്. അതായത് ഫ്രണ്ട് വീല് നമ്മളിപ്പം ഒന്ന് ലോസ്റ്റ് ആകുകയാണെങ്കിൽ ബാക്ക് വീലിലേക്ക് അത് ട്രാക്ഷൻ കൊടുത്ത് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറയുമ്പോൾ 4 വീലിലേക്കും ഈക്വലി പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ പവർ ലോസ് എങ്ങും വരുന്നില്ല. മനസ്സിലായി. അപ്പൊ ഈസിലി ഏത് ഒബ്സ്റ്റക്കിൾസും ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. കൊള്ളാം. അതും അത്യാവശ്യം എനിക്കൊന്ന് ഓഫ് റോഡ് അത്രത്തോളം ക്രൈസ് ഉള്ള മനുഷ്യർ ഈ വണ്ടി എടുക്കാതെ പോകില്ല, എടുക്കേണ്ടി വരും. അതെ, ഓഫ് റോഡും ഓൺ റോഡും അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. കൊള്ളാം. അപ്പൊ നേരെ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജില് MGയുടെ മജസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാക്കനാട് അതിന്റെ ഡ്രൈവ് കഴിഞ്ഞു, കെവിൻ വണ്ടി ഓടിച്ചതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വണ്ടിയുടെ പ്രത്യേകതകളിലേക്ക്, ഫീച്ചേഴ്സിലേക്കാണ് നമ്മളിത് പോകുന്നത്. ഫീച്ചേഴ്സ് നമ്മൾ MGയുടെ വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു എലമെന്റ് ഈ ഒരു വാഹനത്തിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 ലിറ്റർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്, 4 സിലിണ്ടർ ആണ്, 213 bhp പവറും 478 Nm ടോർക്കുമാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലാണ് നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 343 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് വാഹനത്തിന് എഞ്ചിൻ സ്പെക്ക് നോക്കുന്ന സമയത്ത്. ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയാം. അങ്ങനെയാണ് MG എല്ലാ വാഹനം സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഇതിനകത്തെ ഫീച്ചേഴ്സ് കണ്ടിട്ട് ബാക്കി കമ്പനികളൊക്കെ ഇതൊക്കെ ഞങ്ങൾ ഇനി എന്ന് കൊണ്ടുവരാനാണാവോ എന്ന് ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. നമുക്കിപ്പം ഈ ഒരു വാഹനവും ഇതിന്റെ കോമ്പറ്റീറ്റർ വാഹനം കൂടെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. മറ്റേത് ജസ്റ്റ് ഒരു എഞ്ചിനും ഉണ്ട്, സ്റ്റിയറിംഗും ഉണ്ട്, നിങ്ങൾ ഓടിച്ചോ എന്നുള്ള ഒരു മൈൻഡാണ്. ഇവരങ്ങനെയല്ല. മനസ്സിലായി. ഫീച്ചേഴ്സ് പഠിക്കാൻ തന്നെ പ്രത്യേകമായി കോഴ്സിന് പോകേണ്ടി വരും. അതെ. നമ്മൾ കിയയിലൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനത്തെ ഒരു എലമെന്റ് ഈ ഒരു വാഹനത്തിലുണ്ട്. മസാജിങ് സീറ്റ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, മെമ്മറി സീറ്റ്. പിന്നെ ഓരോ സീറ്റിന്റെ മെമ്മറി സീറ്റിനും നമ്മുടെ സൈഡ് വ്യൂ മിററില്ലേ അത് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഞാനാണ് 3 മെമ്മറി സീറ്റ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ മെമ്മറി 1 എടുത്തു, വിനിച്ചേട്ടൻ മെമ്മറി 2, വിനിച്ചേട്ടന്റെ ഇതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു. വിനിച്ചേട്ടൻ എന്നെക്കാൾ ഹൈറ്റ് ഉള്ള ആളായതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. അതെ, അപ്പൊ ഞാൻ ഓടിച്ചതിന് ശേഷം വിനിച്ചേട്ടൻ ഓടിക്കുകയാണെങ്കിൽ മെമ്മറി 2 ഫംഗ്ഷൻ വിനിച്ചേട്ടന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ 2 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, മിറർ അഡ്ജസ്റ്റ് ആവും. കൊള്ളാം. ഇങ്ങനത്തെ നിരവധി ഫീച്ചേഴ്സ്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വോയിസ് കമാൻഡ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സും ഇങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 ഫോൺ, വലിയ ഫോൺ അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ പറ്റുന്ന വയർലെസ് ചാർജിങ് പാഡ്, 2 ഫോൺ. അതെ, 2 ഫോൺ. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. ഇനി ഇവൻ ലാപ്ടോപ്പ് പോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ബാക്കിൽ അതിനുള്ള സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഇവൻ 6 സീറ്റർ 7 സീറ്റർ വേർഷനിലും നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കും. സോ അപ്പൊ എല്ലാ രീതിയിലും എല്ലാത്തരം ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MG മജസ്റ്ററിനെ രണ്ടാമത് ഒരു റീഎൻട്രി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഒരു വരവ് തന്നെയാണ് അല്ലെ, ഇതൊരു 1.5 വരവ് തന്നെയാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജില് നമ്മൾ MGയുടെ മജസ്റ്ററിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനം. ഈ കാറ്റഗറിയിൽ മത്സരിക്കുന്ന മറ്റു വാഹനങ്ങളെ ഒരുപാട് ദൂരം പിന്നിലാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നേറാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്നൊക്കെ പറയുമ്പോഴേ വിലയുടെ കാര്യത്തിൽ മാത്രമായിരിക്കും എല്ലാവർക്കും ഇതിന് എന്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത വരാൻ പോകുന്നത്. എന്താണ് കെവിൻ വിലയുടെ സാഹചര്യം? എന്താണ് വിലയുടെ സാഹചര്യം? ഞാൻ പറയുമ്പോൾ അതിന് മുന്നേ വിലയുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഫോർഡ് എൻഡവറും ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് എൻഡവർ കളം വിട്ടു പോയി. അപ്പോൾ ഫോർച്യൂണർ നൈസ് ആയിട്ട് ഒരു 10 ലക്ഷം 15 ലക്ഷം രൂപ കൂട്ടി. ആരുമില്ലല്ലോ, അതുകൊണ്ട് പറ്റുമെങ്കിൽ വാങ്ങിയാൽ മതി. അതെ. അപ്പൊ ആ സമയത്ത് ഗ്ലോസ്റ്റർ
ഉണ്ട്, പക്ഷെ എന്നാലും കാര്യമായിട്ടുള്ള ഒരു വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നില്ല. അപ്പൊ ഇന്നിപ്പോ ഒരു ഫോർച്യൂണർ മേടിക്കണമെങ്കിൽ ഒരു 60-65 ലക്ഷം രൂപ, 65 ലക്ഷം രൂപ എടുത്ത് വരും. എക്സ്ഷോറൂമിലാണ്. അത് റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു 10 ലക്ഷം 15 ലക്ഷം രൂപ കൂടുതലാവും. ആ സ്ഥാനത്താണ് ഏറ്റവും പുതിയ MG മജസ്റ്ററിനെ MG അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ വില ഏകദേശം 50 above വരും, 50 lakhs above വരും. 50 lakhs above ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ആ കാറ്റഗറിയിൽ ഇല്ല. അത് നമുക്ക് ഒരുപാട് വാഹന കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് അടിവരയിട്ട് പറയാൻ പറ്റും, കാറ്റഗറിയിൽ ഇല്ല. ഇനിയിപ്പോൾ ഫോർച്യൂണറും മജസ്റ്ററും അല്ല വേണ്ടതെങ്കിൽ പോലും കോഡിയാക്ക് ഉണ്ട്, സ്കോഡ കോഡിയാക്ക് ഉണ്ട്. പക്ഷെ സ്കോഡ കോഡിയാക്കും ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും ഫീച്ചേഴ്സും ഗാംഭീര്യവും ഈ വാഹനത്തിനാണ്. അതെ, ആഡംബരം മുഴുവനും ഇരിക്കുന്നതും അല്ലെ, ആഢ്യത്വം മുഴുവൻ ഇരിക്കുന്നതും മജസ്റ്ററിൽ തന്നെയാണ്. ആഢ്യത്വമുള്ള ഒരു വണ്ടി തന്നെയാണ്. അതെ, അവിടെ വണ്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെന്നതുപോലെ തോന്നും. അതെ, ഒരു ചെറിയ ആനക്കുട്ടിയാണ്. അതെ, അത് കാഴ്ചയിൽ തന്നെ ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഒരു 50 lakhs above പ്രതീക്ഷിക്കാം. 50 ലക്ഷത്തിന് മുകളിൽ ഷോറൂം ആണെങ്കിൽ ഒരു 60-65 ചിലപ്പോൾ വീട്ടിൽ എത്താൻ പറ്റും. അത് 2 വേരിയൻസ് നമുക്ക് അങ്ങനെ നോക്കിയാലും ഫോർച്യൂണറിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഒരേ വിലയെ വരുന്നുള്ളൂ. അതെ, ഒരേ വിലയ്ക്ക് ഫീച്ചേഴ്സ് ഒരുപാട് കൂടുതലുള്ള വാഹനം കിട്ടും. അതെ, അപ്പോൾ അതാണ് MG മജസ്റ്ററിന്റെ ഒരു രത്ന ചുരുക്കം. ഓക്കെ, അപ്പോ മൊത്തത്തിൽ മജസ്റ്റർ വില കൊണ്ട് നമുക്ക് എങ്ങനെ കൂട്ടിയാൽ കൂടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാഹനം എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ മറ്റു വാഹനങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് പുറത്തിറങ്ങിയ വാഹനം എന്ന നിലയ്ക്ക് ഈ വിപണിയിൽ എന്ന് പറഞ്ഞാൽ 2026 വിപണിയിൽ മജസ്റ്റർ കുതിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴത്തേക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും, കിട്ടിത്തുടങ്ങും? ഓൾമോസ്റ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 17,000 രൂപയാണ് ബുക്കിംഗ് എമൗണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഒരു 2-3 monthsനുള്ളിൽ നമുക്ക് വണ്ടി റോഡിലെത്തി തുടങ്ങും. അപ്പോ വാഹനം റോഡിലെത്തുന്ന ആ ഒരു മാസങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, കോട്ടയത്തേക്ക് എത്ര വണ്ടികൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. സർഗക്ഷേത്രത്തിലേക്ക് ഒരു വണ്ടി വരും. അതെ, സർഗക്ഷേത്രത്തിലേക്ക് എവിടേക്ക് വണ്ടി വന്നില്ലെങ്കിലും വന്നാലും സർഗക്ഷേത്രത്തിലേക്ക് ഒരു വണ്ടി വരും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോ ഒരു ലോങ് ടൈം ഡ്രൈവ് എക്സ്പീരിയൻസിന് വേണ്ടി കെവിന്റെ കയ്യിലേക്ക് മജസ്റ്റർ കിട്ടുന്ന ആളുകൾക്ക് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. എനിക്കും ഒന്ന് ഓടിച്ചു നോക്കണം ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോ ഗാരേജിന്റെ ഷട്ടർ വല്ല താത്തുമാണ്, 2 പേരുണ്ടായിരുന്ന കൂടെ വിനുവും കെവിനുമാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.